നമ്മുടെ ലോഡർ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. സുനിയേട്ടനാണ് നമ്മുടെ ഓപ്പറേറ്റർ. GSP ഒക്കെ തള്ളി ലെവലാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോഡ് ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ നമ്മുടെ ഈ ലോഡറിൻ്റെ മെയിൻ പരിപാടി. ഇപ്പോൾ വന്ന വണ്ടികളൊക്കെ പോയി, ഇനിയിപ്പോൾ അടുത്ത വണ്ടി വരണം, ഇനി ലോഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടിയിട്ട്. ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊന്നും ഇല്ല. പ്ലാന്റിൽ ചെറിയ മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ടാറിങ് പരിപാടിയൊന്നും ഇന്നില്ല. മൊത്തത്തിലൊരു ശൂന്യതയായി നിൽക്കുകയാണ്. ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാ വണ്ടികളും ഇപ്പോൾ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുറച്ച് വണ്ടികൾ മാത്രം ഇപ്പോൾ ഇതാ GSPയുടെ വർക്ക് എടുക്കുന്നുണ്ട്. GSP WM അതുപോലുള്ള വർക്കാണിപ്പോൾ ചെയ്യുന്നത്. ഇന്ന് മൊത്തം പ്ലാന്റ് ക്ലോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റിലുള്ള വേസ്റ്റായ സ്ലറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നിലവിലുള്ള സ്ലറിയൊക്കെ നമ്മുടെ ഈ കുഴിയിൽ വന്നിട്ട് ഇങ്ങനെ നിറയും. ഇപ്പോൾ നമ്മുടെ JCB ഉപയോഗിച്ചാണ് ഇതിങ്ങനെ ഇവിടുന്ന് മാറ്റിയിടും. ഇത് നമുക്കൊന്നിനും ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പോൾ നമ്മുടെ JCB ഇതൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട്. ഇന്ന് പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടുന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഏരിയ മൊത്തം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു റാമ്പ് കാണാം. ഇതിലൂടെയാണ് നമ്മുടെ താറിങ്ങിൻ്റെ ടാങ്കർ വന്നിട്ട് താറ് നമ്മുടെ വേരിലോട്ട് നടക്കുന്നത്. ഇത് ഇവിടെ ഒരു മോട്ടോർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ മോട്ടോറാണെന്ന് വെച്ചാൽ നമ്മുടെ താറ് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്ന ടാങ്കിലിടുന്ന് നമ്മുടെ ഒരു ഓയിലിനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡീസൽ കത്തിച്ചിട്ടാണ് ചൂടാക്കുന്നത്. ആ ഓയിൽ ഈ മോട്ടർ ഇങ്ങനെ പമ്പ് ചെയ്യും. ഈ പൈപ്പ് മൊത്തം ആ ഓയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ താറിൻ്റെ ഓരോ ടാങ്കിലും കണക്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. എല്ലാ ടാങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താറ് പോകുന്ന ഏരിയയിലൊക്കെ ഈ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് വെച്ചിട്ടാണ് നമ്മുടെ താറിനെ മൊത്തം ചൂടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് താറിനെ തീ കത്തിച്ച് ചൂടാക്കുന്നൊന്നുമല്ല. ഈ ഒരു ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഈ പൈപ്പിൻ്റെ മുകളിലൊക്കെ നല്ല ചൂടായിരിക്കും, നമുക്ക് തൊടാൻ പറ്റില്ല. അടുത്ത് തന്നെ പോകുന്ന നേരം നല്ല ചൂടടിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൽ താറ് ചൂടാക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചൂടുള്ള ഏരിയയിലൊക്കെ നമ്മളിതാ മൊത്തത്തിൽ നമ്മുടെ സേഫ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട്, വാണിങ് ഹോട്ട് സർഫസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ വരുന്ന ആൾക്കാർ അറിയാതെ ഈ പൈപ്പ് അങ്ങനെ തൊട്ടുപോയാൽ കാലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ പൊള്ളിപ്പോകും, നല്ല ചൂടായിരിക്കും കേട്ടോ. JCB ഇതാ ഇവിടെയുള്ള പൊടിയൊക്കെ ഇതാ വടിച്ച് കൂട്ടി അവിടെ കോരിയിടുന്നുണ്ട് കേട്ടോ. നേരത്തുള്ള കംപ്ലീറ്റ് പൊടികളും നമ്മളെ JCB ഇങ്ങനെ വലിച്ചിടുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ നനച്ചിട്ട് ഈ പൊടിയൊക്കെ ഒഴിവാക്കണം. അതുപോലെ ഈ കാണുന്ന വർക്ക്ഷോപ്പ് നമ്മുടെ വെൽഡിങ്ങിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഈ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ പുറത്തായിട്ട് കുറേ സാധനങ്ങളും ക്രെയിനും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ പ്ലാന്റിലേക്ക് ഇടുന്ന മെറ്റീരിയൽസൊക്കെ ഇതാ ഈ ഒരു നെറ്റ് വെച്ചിട്ട് അരിച്ചാണ് കേട്ടോ നമ്മുടെ മിക്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഓവറായിട്ടുള്ള കല്ലും സൈസും കാര്യങ്ങളൊന്നുമില്ല. ഓരോരോ മിക്സ് മാറും നമ്മുടെ ഈ നെറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഓരോ മെറ്റീരിയൽസും 20 mm ആണെങ്കിലും 12 mm ആണെങ്കിലും കറക്റ്റ് മിക്സായി വരുമ്പോൾക്ക് കറക്റ്റ് ആയിരിക്കും. എല്ലാം വേർതിരിച്ച് മാറ്റിയിടും. അപ്പോൾ അധികം വരുന്ന ഓവറായിട്ടുള്ള സൈസും സാധനങ്ങളൊക്കെ ഇതുവഴി ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവർഫ്ലോ വന്ന സാധനമാണ് നമ്മുടെ JCB അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ താർ പ്ലാന്റിൽ ഇന്ന് പണിയൊന്നുമില്ല. ഇന്ന് മൊത്തം പണി നമ്മുടെ GSP സ്റ്റോക്കിലാണ് കേട്ടോ. മെറ്റീരിയൽസ് ലോഡുമായിട്ട് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ലോറികളൊക്കെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇറ്റാച്ചിയാണ് ഇവിടുന്ന് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ലോഡ് ചെയ്യുകയാണ് കേട്ടോ. മുകളിലായിട്ട് വെള്ളം വണ്ടിയുണ്ട്. അതുപോലെ നമ്മുടെ ടോറസൊക്കെ ഇതവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇതാ ഇവിടെയൊക്കെ നല്ല നിശബ്ദമായി നിൽക്കുകയാണ് കേട്ടോ. മൊത്തം വെയിലും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ GSBയിൽ മാത്രമേ ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുള്ളൂ. ഇതാ ലോഡ് ചെയ്ത വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ മുകളിൽ ഇതാ ഇവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ മിക്സിലേക്ക് താറ് മിക്സാക്കുന്ന ഏരിയ ആണ് അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്ന സംഭവം ഒന്ന് നോക്കാം. നമ്മുടെ പ്ലാന്റിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ ഇതാ നിരവധി സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. നല്ല ഹൈറ്റുള്ള സാധനമാണ്. അത് നമുക്ക് പതിയെ കയറാം. നമ്മളിതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ താറ് ഒഴിച്ച് മിക്സാക്കുന്ന സ്ഥലം. ഇതിങ്ങനെ ഈ സാധനം ഇങ്ങനെ കറങ്ങിയാണ് നമ്മുടെ മെറ്റീരിയൽസ് മിക്സ് ആക്കുക. അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന ഓരോ നോസിലിനുള്ളിൽ കൂടി താറ് ഇത് വന്ന് കിടക്കുന്നുണ്ട്. ഇതുവഴിയാണ് മൊത്തം താറ് ഇതിലേക്ക് വന്നിട്ട് സ്പ്രേ ആയിട്ട് വരുന്നത്. ഇതിൽ ചൂടുള്ള മെറ്റീരിയൽസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയാണ് നേരെ ഈ അടിയിലുള്ള ഡോറ് തുറന്ന് നേരെ നമ്മുടെ ലോറിയിലോട്ട് പോകും. അങ്ങനെയാണ് ഈ താറിൻ്റെ പ്ലാന്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള മൊത്തം പരിപാടിയാണ്. ഇവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. മറ്റേ ചെയിനുള്ളിലേക്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ്. പിന്നെ മുകളിലൊക്കെ ആളുണ്ട് കേട്ടോ. നമ്മുടെ ലോഡർ അതുപോലെ തന്നെ ദൂരെയായിട്ട് എന്തൊക്കെയോ വർക്കിലാണ്. പല ആളുകൾക്ക് ഈ കറക്കുന്ന ഈ സാധനത്തിൽ നിന്നാണ് താറ് മിക്സ് ചെയ്യുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താറ് മിക്സ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ നേരത്തെ കണ്ട അതിലൂടെ നല്ല ചൂടുള്ള താറ് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ്, അതായത് ഈ കാണുന്ന ഈ മെറ്റീരിയൽസ് മൊത്തം ചൂടാക്കി നല്ല ചുട്ട് പഴുപ്പിച്ചിട്ടാണ് ആ ട്രയലോട്ട് എത്തിക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് എത്തും മുമ്പിട്ട് ഇതിൻ്റെ മുകളിലൊരു ചാമ്പറുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഓരോ മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ഏതെല്ലാം മെറ്റീരിയൽസ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഈ നമ്മുടെ അരിപ്പ വെച്ച് ഫിൽട്ടർ ചെയ്താണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന അളവെല്ലാം കറക്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് കാണിക്കും. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലാന്റ് മൊത്തത്തിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ ചെറിയ പാർട്സുകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്ലാന്റിൽ നിന്ന് വെച്ചിട്ടാണ്. ഇതാ നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ മൊത്തം പരിപാടിയും ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുള്ളത് ഇന്നലെ കണ്ട നമ്മുടെ ഓരോരോ ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ GSBയിൽ ഇതാ നിരന്തരമായിട്ട് ഇതാ ലോറികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനൊരു മാറ്റമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 1ാമത്തെ നിലയിലാണ്. നമുക്കിതിൻ്റെ മുകളിലോട്ട് പോയി നോക്കാം. ഇത് നമ്മളെ പ്ലാന്റ് ഓപ്പറേറ്റർ ആണ് കേട്ടോ, ഭാരതി. നമ്മളെ ചങ്കണ്ണനാണ്. പ്ലാന്റിന്റെ എല്ലാവിധ കേസ് കെട്ടും എല്ലാ കാര്യങ്ങളും ഇയാളങ്ങ് നോക്കിക്കൊള്ളും. നമ്മുടെ സച്ചിയും എന്താ ഇവിടെ ഉണ്ട്. സച്ചിനെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. സച്ചിയും പ്ലാന്റ് ഓപ്പറേറ്റർ ആണ്. പിന്നെ ഒരു ജയശേട്ടൻ ഉണ്ട്, ഇവിടെ എവിടെയും ഉണ്ട്. ജയശേട്ടൻ മോളാണ് കേട്ടുള്ളത്. സൂപ്പറുള്ള മെയിൻ്റനൻസ് വർക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബയ്യത് അവിടെ ഉണ്ട്. ഇതാണ് ജയശേട്ടൻ. ഇപ്പം ജയശേട്ടനിലെ പ്ലാന്റിന്റെ മെയിൻ്റനൻസ് വർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാച്ചയും ഇവിടെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ 2ാമത്തെ നിലയിലെത്തി പ്ലാന്റിന്റെ. ഇവിടെ നിന്നാണ് മെറ്റീരിയൽസ് സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്, നമ്മൾ കാണില്ല. 2ാമത്തെ നിലയിൽ നിന്ന് നമ്മുടെ പ്ലാന്റിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് വ്യൂ. ഇനിയിപ്പോൾ 2 നില കൂടി ഉണ്ട് നമ്മുടെ പ്ലാന്റിന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോവാം. മൊത്തം സ്റ്റെപ്പാണ് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റെയർ കയറി പോകുന്ന പോലെ ഇങ്ങനെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കുറേ നെറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് ടൈപ്പ് മാറുമ്പോൾ ഈ നെറ്റ് ഇവിടെ മാറ്റിയിട്ട് കൊടുക്കണം.
ഇതൊക്കെ ഇപ്പം ക്ലോസ് ആയിട്ടാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെറ്റ് ഇടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ സാധനം മെറ്റീരിയൽസ് അരിച്ചെടുക്കുന്നത്. ഓരോ മെറ്റീരിയൽസും അരിച്ചരിച്ച് വലിയ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഓർത്തുമായിട്ട് പുറത്തേക്ക് പോകും. നമ്മുടെ മിക്സിന് വേണ്ട സാധനം മാത്രമേ ഈ അരിപ്പയിലൂടെ അരിച്ചിറങ്ങി താഴോട്ട് പോകുള്ളൂ. ഇതിൻ്റെ മുകളിലെല്ലാം മൊത്തത്തിൽ ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാലുള്ള കാഴ്ചയൊക്കെ വളരെ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മുടെ ഫയറിൻ്റെ ടാങ്കാണ് കാണുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പ്ലാന്റിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത് അടിപൊളിയാണ്. ഇത് നമ്മുടെ പ്ലാന്റ് മൊത്തത്തിൽ ഇപ്പോൾ കാണാൻ പറ്റും. ഇതാ കേട്ടോ ആ വ്യൂ. നമ്മുടെ മെറ്റീരിയൽസൊക്കെ ഇതാ, താറിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് ആയില്ലായിട്ട് ഇതാ നമ്മുടെ GSP സ്റ്റോക്ക് കാണാം. ഇത് മൊത്തം GSP, ഇത് WM ആണ്, അല്ല ഇത് GSP ആണ്, ഇത് WM ആണ്. ഇത് രണ്ടും രണ്ട് സാധനമാണ്. ഇതൊക്കെ ഓരോ മെറ്റീരിയൽസ്. ഈ കാണുന്ന 12, ഇത് 6, ഇത് ഡസ്റ്റ്, ഇത് 20, അങ്ങനെ ഓരോ ടൈപ്പ് മെറ്റീരിയൽസാണ്. ഇത് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ കടൽ വരെ കാണുന്നുണ്ട്, പക്ഷെങ്കിൽ അത് ക്യാമറ അതിൽ കിട്ടുന്നില്ല. ചുറ്റോടും നല്ല മനോഹരമായ വ്യൂ തന്നെയാണ്. നല്ല അടിപൊളി കാറ്റുമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇതാ ദൂരമായിട്ട് അടുത്ത് ഒരുപാട് വീടും കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്നത് മൊത്തം നമ്മുടെ താറ് സ്റ്റോർ ചെയ്യാനുള്ള താറിൻ്റെ ടാങ്കുകളാണ്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അത് ജസ്റ്റ് കാണിച്ചിരുന്നു. പിന്നെ ഇത് ഈ കാണുന്ന സാധനം ഇത് പുകക്കോലൊന്നുമല്ല കേട്ടോ. ഇതിനെ എയർ വലിച്ചെടുത്തതാ. ഈ കാണുന്ന ഇതുവഴി ഇതിനെ പൊടിയൊക്കെ വലിച്ചെടുത്ത് പൊടി ഇതിൽ ഫിൽട്ടർ ചെയ്ത് എയറിനെ പുറത്തോട്ട് വിടും. അതിൻ്റെ സെറ്റപ്പാണ്. പിന്നെ ഇത് നമ്മുടെ ഈ ഡ്രമ്മിൽ മെറ്റീരിയൽസ് ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവലാണ്. അത് മൊത്തത്തിൽ നിറച്ചിരിക്കുന്ന ടാങ്കാണിത്. നമ്മുടെ ചാച്ച അതാ താഴെ സാധനം എടുക്കാൻ വേണ്ടി പോയി. അതുപോലെ നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ പണി ഇതാ ഈ രണ്ടെണ്ണം ഇപ്പം ഇനിയിപ്പോൾ വർക്ക് തീരാനുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പ്ലാന്റ് നിന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ GSP എന്നാണ് ഇപ്പോൾ വർക്ക് കാര്യമായിട്ട് നടക്കുന്നത്. GSP WM മിക്സാക്കിയിട്ട് ഇവിടുന്ന് ലോഡാക്കിയിട്ട് ഒരുപാട് പോകുന്നുണ്ട്. നമ്മുടെ വെള്ളം വണ്ടി നേരത്തെ ഇല്ലാത്തതുകൊണ്ട് ഈ മിക്സിങ് ഇവിടെ കുറച്ച് സമയം നിന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പുറം കാണുന്ന എല്ലാ ലോറികളും നമ്മുടെ ഈ മിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം വണ്ടി വന്ന് ഇവിടുന്ന് ഇപ്പോൾ ഇതാ മിക്സാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് വേണം മൊത്തം ലോഡും ഇവിടുന്ന് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ രഞ്ജിത്ത് ഏട്ടൻ ഇതാ ഇവിടുന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സാക്കി കൂട്ടുകയാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ലോഡും അതിനനുസരിച്ചിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ JCB ഒക്കെ ഇത് ഇവിടുന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോറികളൊക്കെ ഇതവിടെ സൈഡാക്കി